അസാധാരണമായ ഒരു പ്രതിസന്ധി നേരിടുകയാണ് അമേരിക്കൻ ഭരണകൂടം. 6 വർഷത്തിനിടയിലെ ആദ്യത്തെ ഗവൺമെന്റ് ഷട്ട്ഡൗൺ ഭീഷണിയിലാണ് അമേരിക്ക. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ധനബില്ല് പാസാക്കുന്നതിൽ US കോൺഗ്രസിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ ധാരണയിലെത്താനായിട്ടില്ല. കോൺഗ്രസിലെ തിരക്കിട്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഒരു അവസാന ശ്രമം എന്ന നിലയിൽ സെനറ്റിൽ അവതരിപ്പിച്ച താൽക്കാലിക ഫണ്ടിന് ബില്ലും ഡെമോക്രാറ്റുകളുടെ പിന്തുണയില്ലാത്തതിനാൽ പരാജയപ്പെട്ടു. ഇതോടെ ഷട്ട്ഡൗൺ ഉണ്ടാക്കുമെന്ന് ഉറപ്പായി. ഒരു ഷട്ട്ഡൗൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരത്തെ സമ്മതിച്ചിരുന്നു. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ട്രംപ് ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തുകയും ഷട്ട്ഡൗൺ ഉണ്ടാകാൻ മുൻഗണനാ പദ്ധതികൾ ഇല്ലാതാക്കുമെന്ന് വൻതോതിൽ പൊതുമേഖലാ ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സമയപരിധിക്കുള്ളിൽ ധനബില്ല് പാസ്സാകാതെ വന്നതോടെ ഫെഡറൽ ഗവൺമെന്റിന്റെ വലിയൊരു ഭാഗം പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യേണ്ടിവരും. ഈ സ്തംഭനാവസ്ഥ 7 ആഴ്ച വരെ നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. പ്രധാനമായും ആരോഗ്യ പരിപാലന രംഗത്തെ വ്യവസ്ഥകളിലാണ് ഡെമോക്രാറ്റുകളും വൈറ്റ് ഹൌസും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണം. 8 വർഷത്തിനിടെ ആദ്യമായാണ് US വീണ്ടും ഷട്ട്ഡൗണിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണ ചെലവുകളെക്കുറിച്ച് റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള തർക്കമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. കാലഹരണപ്പെട്ട ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾ നീട്ടുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എങ്കിൽ വോട്ട് ചെയ്യില്ലെന്നാണ് ഡെമോക്രാറ്റുകളുടെ നിലപാട്. സർക്കാർ വകുപ്പുകളുടെ സേവനം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അവശ്യ സർവീസുകൾ ഒഴികെ ഫെഡറൽ ഏജൻസികൾ അടച്ചുപൂട്ടുകയും ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകും. സൈനികർ ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും. 7,50,000 ഫെഡറൽ തൊഴിലാളികളെ ഇത് ബാധിക്കുമെന്നുമാണ് റിപ്പോർട്ടുകളുള്ളത്.